ശക്തമായി ദൈവത്തിനു വേണ്ടി നിലനിന്നിരുന്നു. പക്ഷെ കർത്താവ് നോക്കുന്നത് നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ദൈവസന്നിധിയിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? സാഹചര്യങ്ങളുടെ നടുവിലോ, വെല്ലുവിളികളുടെ നടുവിലോ, അപവാദങ്ങളുടെ നടുവിലോ, നിങ്ങൾക്കെതിരെ വെളിപ്പെട്ട ചില ചലഞ്ചുകളുടെ നടുവിലോ നിങ്ങൾ ഇന്ന് ദൈവത്തെ സംശയിക്കുന്നുണ്ടോ? ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ശരി തന്നെയാണോ? ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണോ? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്ന് നിന്റെ മനസ്സിൽ പിശാചി ചിന്തകൾ കൊണ്ടുവരുന്നുണ്ടോ? ഇടറിപ്പോകരുത്. ഇത് പരിശുദ്ധാത്മാവ് ആരോടോ നൽകുന്ന ഒരു സന്ദേശമാണ്. വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഇടറിപ്പോകരുത്. അങ്ങനെ ചെയ്യുവാൻ പിശാചി ശ്രമിക്കും. അവന്റെ എല്ലാ കാലത്തെയും ശ്രമം അത് തന്നെയാണ്. യോഹന്നാനും യേശുവിനെ തള്ളുന്നു, അല്ലെങ്കിൽ മറക്കുന്നു, ഇടറുന്നു. യേശു പറഞ്ഞ ആ വാക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജനിക്കുവാൻ ഇടം കൊടുക്കാതെ ഒരു സമൂഹം അവനെ തള്ളി. ജനിച്ചെടുത്ത് വളരാൻ അനുവദിക്കാതെ ജന്മദേശം ക്രിസ്തുവിനെ തള്ളി. തന്നെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ സ്നാപക യോഹന്നാൻ പോലും യേശുവിൽ ഇടറി, യേശുവിനെ തള്ളി. പക്ഷെ ഈ സമയത്ത് കൂടെ നടക്കാൻ, കൂടെ ഭക്ഷിക്കാൻ, കൂടെ പ്രവർത്തിക്കാൻ 12 ശിഷ്യന്മാരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. 12 അപ്പോസ്തലന്മാരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു. അതിൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ യേശു പറഞ്ഞു, ഒന്നാമൻ പത്രോസ്. ഒന്നാമൻ പത്രോസ് എന്ന് വിശേഷിപ്പിച്ച ആ ശിഷ്യൻ തന്നെ ശിഷ്യന്മാരിൽ യേശുവിനെ ഒന്നാമത് തള്ളി പറഞ്ഞു. ലൂക്കോസ് 22:61 മുതലുള്ള വാക്യങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണാം. യേശു അവനോട് പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. ഒന്നോർത്തേ, ഇത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ്. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകും എന്ന് ഒരു പ്രവചനം യേശുവിനെ കുറിച്ച് പറയുമ്പം അതെവിടൊക്കെ പ്രതിബിംബിച്ചെന്ന് നോക്കി. തൻ്റെ ജനനത്തിൽ, തൻ്റെ സ്നാനത്തിൽ, തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ശുശ്രൂഷയിൽ, താൻ തിരഞ്ഞെടുത്ത ശിഷ്യഗണങ്ങളിൽ എവിടെയെല്ലാം അത് വെളിപ്പെട്ടിരിക്കുന്നു. ഫൈനലി ഈ ഒരു ഭാഗത്ത് എൻ്റെ ചങ്ക് തകർന്നു പോയ ദൈവസന്നിധിയിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയൊരു ഭാഗമുണ്ട്. ഇത് അത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45-46 വചനങ്ങളാണ്. ഏറ്റവും ഒടുവിൽ 6-ാം മണി നേരത്ത് 9-ാം മണി നേരം വരെ, 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായപ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ ക്രൂശിതനായി ഈ ലോകത്തിന്റെ ഒത്ത നടുക്ക് ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി പരമയാഗമായി ക്രൂശിതനായി കിടക്കുമ്പോൾ, നിന്ന അനുഭവിച്ച് കിടക്കുമ്പോൾ, തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി കിടക്കുമ്പോൾ 9-ാം മണി നേരത്ത് യേശു വിളിച്ചു, എലി എലി ലമ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? നീയും എന്നെ മറന്നതെന്ത്? നീയും എന്നെ തള്ളിയതെന്ത്? എന്റെ ജനന സമയം മുതൽ ഈ ക്രൂശിൽ ഞാൻ കിടക്കുന്ന നിമിഷം വരെയും തള്ളപ്പെടലുകളല്ലാതെ, റിജക്ഷൻസ് അല്ലാതെ എനിക്കൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിതാവേ, ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്റെ പിതാവേ, എന്റെ ദൈവമേ, നീയും എന്നെ തള്ളിയോ? വളരാൻ അനുവദിക്കാതെ ജന്മദേശം എന്നെ തള്ളി. ജനിക്കാൻ അനുവദിക്കാതെ വഴിയമ്പലം എന്നെ തള്ളി. എന്നെ കുറിച്ച് ഒന്നാമത് സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ എന്നിൽ ഇടറി. എനിക്ക് വേണ്ടി ജീവൻ വെച്ച് കളയും എന്ന് പറഞ്ഞ പത്രോസ് എന്നെ തള്ളി. ശിഷ്യന്മാരെല്ലാം എന്നെ വിട്ട് ഓടിപ്പോയി. അപ്പം തിന്നവരും
അത്ഭുതം കണ്ട് കൈയടിച്ചവരും കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു കുടിച്ചവരും എൻ്റെ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കപ്പെട്ടവരും അവനെ ക്രൂശിക്ക എന്ന് പലയിടത്ത് നിന്ന് ഒളിഞ്ഞും മറഞ്ഞും വിളിച്ചു പറഞ്ഞു. പക്ഷേ അപ്പോഴെല്ലാം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഒപ്പം ഉണ്ടെന്ന്, എന്നെ അയച്ചവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ ക്രൂശിൽ കിടക്കുമ്പം, ഈ വേദനകൾ ഏറ്റുവാങ്ങുമ്പം, ഈ സാഹചര്യങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങ് തോന്നിപ്പോവാണ്, എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അങ്ങ് കൈവിട്ടോ, ദൈവം നമ്മളെ അങ്ങ് മറന്നു കളഞ്ഞോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഒരിക്കലില്ല. ദൈവത്തിൻ്റെ നിശബ്ദതകൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കാൾ വലുതാണ്. ദൈവത്തിൻ്റെ സൈലൻസ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കാൾ അത്ഭുതകരമാണ്. ദൈവം എവിടെങ്കിലും നിശബ്ദനാകുന്നെങ്കിൽ, ദൈവം എവിടെങ്കിലും ക്വയറ്റ് ആകുന്നെങ്കിൽ, ദൈവം എവിടെങ്കിലും സൈലൻസ് ആകുന്നെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം എന്തോ വലുതൊന്ന് അവൻ ഒരുക്കുന്നുണ്ട്, വലിയൊരു പ്രവൃത്തി അവൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത്രയും റിജക്ഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇത്രയും അധികം തള്ളപ്പെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? യേശുവിനറിയാം തിരസ്കരണത്തിന്റെ വേദന, യേശുവിനറിയാം ഒറ്റപ്പെടലിന്റെ നൊമ്പരം, യേശുവിനറിയാം ജീവിതത്തിലെ വെല്ലുവിളികളുടെ നടുവിൽ കടന്നു പോകുന്ന സ്ട്രെസ്. ആ മാനസികാവസ്ഥ എന്നെ ഇന്ന് ഒത്തിരി സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിന്റെ ദാസനെ, ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ് എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ അനുഭവിക്കുന്ന സ്ട്രെസ് ആരും മനസ്സിലാക്കുന്നില്ല, ദൈവം പോലും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, മോനെ, ഞാൻ കടന്നുപോയ സ്ട്രെസ്സിലൂടെ നീ പോയിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ച തിരസ്കരണങ്ങൾ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. മോനെ, ജനിക്കാൻ ഇടം തരാതെ സമൂഹം എന്നെ തള്ളിയതാ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് വളരാൻ അനുവദിക്കാതെ ജന്മദേശത്ത് നിന്ന് ഓടിപ്പോകേണ്ടി വന്നവനാ ഞാൻ. എന്നെ സ്നാനപ്പെടുത്തിയ എൻ്റെ പാസ്റ്റർ വരെ എന്നിൽ ഇടറിപ്പോയി, എന്നെ തള്ളി. എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവൻ വരെ പിന്നത്തേതിൽ എന്നെ സംശയിച്ചു. എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചു കളയോ എന്ന് പറഞ്ഞ് കൂടെ നടന്ന് ചങ്കോടൊട്ടി നടന്നവന് വരെ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ കളഞ്ഞിട്ട് പോയി. കുറച്ചു നേരത്തേക്ക് എൻ്റെ അപ്പായും എന്നെ മറന്നുപോയോ എന്ന് ഞാൻ സംശയിച്ചു പോയി. ഇത്രയൊക്കെയല്ലേ നീ അനുഭവിക്കുന്നുള്ളൂ? ഇതൊക്കെയല്ലേ ഉള്ളൂ നിന്റെ നൊമ്പരം? നിന്നെ എനിക്കറിയാം, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കരുണ ലഭിക്കുവാൻ, കൃപ പ്രാപിക്കുവാൻ ഏതു സമയത്തും കൃപാസനത്തിനരികിലേക്ക് കടന്നു വരിക. പാപമൊഴികെ അവൻ നമുക്ക് തുല്യനായി, സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു. നമ്മെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാകുന്നു. യേശു നിന്നെ മനസ്സിലാക്കുന്നു. പാപമൊഴികെ സകലത്തിലും താങ്കൾ കടന്നു പോകുന്ന സകല സിറ്റുവേഷൻസിനെയും യേശു ഫേസ് ചെയ്തിട്ടുണ്ട്, യേശു അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ കരച്ചിൽ അവനറിയാം, നിന്റെ കണ്ണുനീർ എന്തിനെന്ന് അവനറിയാം, നിന്റെ നൊമ്പരം, നിന്റെ നെടുവീർപ്പ്, നിന്റെ ആകുലത ഇങ്ങനെ വിങ്ങി വിങ്ങി ഉള്ളി പിടിച്ചു നിർത്താൻ പറ്റാതെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ആ കണ്ണീന്ന് കണ്ണുനീരൊഴുകി നിന്റെ ബൈബിളിനകത്ത് വീണത് എന്താന്ന് അവനറിയാം. അവനറിയാതെ ഒന്നുമില്ല മക്കളെ, അവനറിയാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പീറ്റർ പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും ജീവനുള്ളതുമായ ഒരു കല്ല് അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹങ്ങളായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. 6-ാമത്തെ വാക്യം ദയവായി വായിച്ചാലും.
ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിലിടുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. കാരണം അവൻ ജീവനുള്ള കല്ലാണ്, സോയ ലൈഫാണ്, ജീവിപ്പിക്കുന്ന കല്ലാണ്. ബൈബിൾ പറയുന്നു, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും ജീവനുമുള്ള കല്ലാണ് ക്രിസ്തു. ആ കല്ലിൽ, ആ ക്രിസ്തുവിൽ നിങ്ങൾ വന്നിട്ട്, ആ ക്രിസ്തു എന്ന പാറമേൽ നിങ്ങൾ ഉറച്ചിട്ട്, നിങ്ങൾ ഒരിക്കലും ഒരു ചത്ത അവസ്ഥയിൽ, നിർജീവ അവസ്ഥയിൽ തുടരാൻ അവൻ അനുവദിക്കില്ല. ആ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ഏത് നിർജീവമായതിനെയും ആ കല്ല് ജീവിപ്പിക്കുന്നതാണ്. അതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു സോയ ലൈഫ് ഉണ്ട്, ഒരു ദൈവികമായ ജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനായി ക്രിസ്തു തള്ളപ്പെട്ടു? ഞാനും നിങ്ങളും ചേർക്കപ്പെടുവാൻ. എന്തിനായി ക്രിസ്തു നിന്ദിതനായി? ഞാനും നിങ്ങളും മാനിക്കപ്പെടുവാൻ. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങി? ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാൻ. എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പലയിടങ്ങളിലും അവൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങി? നിന്നയുടെ ക്രൂശും ശാപത്തിന്റെ ക്രൂശും പരാജയത്തിന്റെ മുൾക്കിരീടവും അവൻ എന്തിനു വേണ്ടി ഏറ്റുവാങ്ങി? നിന്റെ തലയെ ഉയർത്തുവാൻ, നിങ്ങളെ മാനിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. എന്തിന് ക്രിസ്തു ദരിദ്രനായി ഭൂമിയിൽ വന്നു? ഞാനും നിങ്ങളും ആത്മീയരായി സമ്പന്നരാകുവാൻ. For me, for you, for us. Jesus Christ is for me, Jesus Christ is for you, and Jesus Christ is for us. Hallelujah. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. വാ തുറന്ന് പറഞ്ഞ്, ഒരു കാലത്തും ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. ഒരു കാലത്തും ഞാൻ ലജ്ജിച്ചു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, എന്താണ് ആ ക്രിസ്തുവിന്റെ പ്രത്യേകത? ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ടെലിവിഷനിലും ഒക്കെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ജീവനുള്ള കല്ലായി തീരേണ്ടതിന്, നിങ്ങളെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാക്കി തീർക്കേണ്ടതിന്, പുരോഹിത വർഗമാക്കി പണിതുയർത്തേണ്ടതിന്, ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗം നിങ്ങളെ മാനിക്കും. ആ സ്വന്തം കൈ നെഞ്ചോട് ചേർത്ത് വെച്ചെന്ന് പറഞ്ഞ്, യേശുവിൽ വിശ്വസിക്കുന്ന എന്നെ എന്റെ ദൈവം മാനിക്കും, മാനിക്കും, മാനിക്കും.